ഇങ്ങനത്തെ ഒരുമാതിരി വളിച്ച ചോദ്യങ്ങളാണ് 99% സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയണതാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് ഇങ്ങനത്തെ നമുക്ക് നമുക്ക് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം അത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ഞാൻ പറയുകയും ചെയ്യും. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓരോ പഴം തരും. തെറ്റിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, അധികം പഴുത്തിട്ടില്ല. ഞാൻ പറയില്ല, എനിക്ക് വേണ്ടാത്ത സാധനം ആണോ? കുഴപ്പമില്ല. ഇയാളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അടുക്കളയിലൊക്കെ കേറുണ്ടല്ലോ, പിന്നെ നമ്മൾ 5 ദിവസം പണിയെടുക്കണം. ആണല്ലേ? അയ്യോ, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നു. അബദ്ധത്തിന് ഒരു ദിവസം ഉള്ളി തൊലിച്ചു തരുമോന്ന് ചോദിച്ചു. ജീവിതത്തിൽ ഇനി അത് പറയും ചോദിക്കേയില്ല. ചെറുപഴാണ് അറിയുള്ളൂ. 18 വർഷം കൂടെ നിൽക്കുന്ന ഭാര്യ രാവിലെ പഴം ഉണ്ടാൻ പോയ. ദേവിയുടെ എല്ലാ സീരിയൽസും കാണാറുണ്ടോ? നെവർ. വീട്ടിലും ഒരു റെസ്റ്റ് ഞാൻ വെളുപ്പിനെ 4 മണിക്കൊക്കെ പോയി 6 മണി 6:30 വരെ ഞാൻ ഇതൊക്കെ വയ്ക്കുന്നത്, അവരുടെ കൂടെ നിന്ന് ഇവരെന്തായി ഡ്രില്ല് ചെയ്യുന്നത് ഇതൊക്കെ കാണുമായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ റിഗ്രറ്റ് ചെയ്യുന്നത്. കല്യാണം കഴിച്ചെന്ന് പറയാനും പറ്റില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഓക്കെ, അങ്ങനെ നമ്മൾ കുറെ അങ്ങനത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇപ്പൊ നിങ്ങളെ രണ്ടാമത് ഇവിടെ വിളിച്ചു വരുത്തിയത് കൊണ്ട് എന്താന്ന് പറയുക, കുറെ തരാനാണോ? തനിക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്. ഏത്തപ്പഴം അത് ഓരോന്നും കഴിച്ചാ പോരാ കേട്ടോ. ഒരു പടല ഒരെണ്ണമായിട്ടുള്ളത് എനിക്ക്, 5 എണ്ണം തനിക്കും. ഇത് കഴിച്ചിട്ട് തൊലി ഇവിടെ തന്നിട്ട് കുട്ടികൾ പോയാ മതി. അതായിരിക്കും അടുത്ത കമന്റ്. അതാണ് കുറച്ച് കാടിയുള്ള കൂടെ കലക്കി കൊടുക്കുന്നു. കുഴപ്പമില്ല, അശോകന് തൊലി തിന്നാ മതി. എന്റെ ദൈവമേ, ഈ ദേവിനെ വെച്ചൊരു 2-3 മണിക്കൂർ ഒരു ഇന്റർവ്യൂ ഞാനിവിടെ കരഞ്ഞു എനിക്ക് വയ്യ. ഒരു മാറ്റമില്ല കേട്ടോ കിഷോറിന്റെ കൂടെ കൂടിയിട്ടു. കിഷോർ വഷളായിന്നാണ് ഇപ്പൊ പറയുന്നത്. എന്റെ കൂടെ ഞങ്ങളുടെ ആ ദേവി, അന്നത്തെ ദേവി അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അമ്മ അച്ഛാന്ന്. ഓക്കെ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫുൾ ടാസ്കോട് ടാസ്ക് ആണ്. ഇവരെ കൊണ്ട് ഇന്ന് ഫുൾ ഗെയിംസ് ചെയ്യിപ്പിക്കാൻ പോവാണ് നമ്മള്. എന്റെ കാജലൊക്കെ ഒഴുകിയോ? ഇല്ലില്ല, കുഴപ്പമില്ലല്ലേ. ശരി, അപ്പൊ പഴം തിന്നലാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഈ പഴം തിന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എന്റെ താഴെ പോയി ഇത് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓരോ പഴം തരും. അപ്പോൾ നിങ്ങൾക്ക് പഴം കഴിക്കണമെന്ന് തോന്നിയാൽ ശരി ഉത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പഴം കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ തെറ്റുത്തരത്തിലേക്ക് പോവാ. പക്ഷെ വേറൊരു പണിയുണ്ട്, അധികം പഴുത്തിട്ടില്ല. തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പഴം കഴിക്കുന്നതായിരിക്കും ഭേദം പിന്നെയും തോന്നുന്നു. അപ്പുറം വേറെ ടാസ്കുകളും വേറെ കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. അപ്പൂസിന്റെ മനസ്സിപ്പോ മനസ്സിലായല്ലോ. മനസ്സ് വികൃതമായ മനസ്സാണ്. ഏതൊക്കെ രീതിയിൽ ടാസ്കുകൾ കൊണ്ടുവരും നമുക്ക് കണ്ടതുണ്ട് കേട്ടോ പുറത്ത്. ഓക്കെ, അപ്പൊ എനിവേ എന്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവങ്ങൾ, ഈ ബോർഡും കമ്പുകളൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. അതോടെ എന്റെ കുറച്ച് ഇവിടെ ഫ്രീ ആവും. ഇതാ ഓരോ ബോർഡ് കുട്ടികൾ വെച്ചോളൂ. സ്കൂളിൽ പഠിച്ചപ്പോ എഴുതി പഠിച്ചതാണെങ്കിൽ സ്ലേറ്റും പെൻസിലും, ഇതാ പെന്ന്, മാർക്കർ, ഇതാ മറ്റൊരാൾക്കും. ശരി, ആയിക്കോട്ടെ. ഇത് ഇറേസറും വേണ്ടേ? ഓ, അത് വേണ്ട. ഇതൊക്കെ കുറച്ച് അഹങ്കാരമാണല്ലേ. അതൊക്കെ എന്നാ ഉണ്ടായോ? ഓ, എന്നാലും സാരമില്ല, ഷോ അല്ലേ, ക്യാമറ ഉണ്ട്. കുറച്ച് ഇതൊക്കെ ആയിക്കോട്ടെ. അതെ, ഇത്ര ഡീസന്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പം അയ്യോ എന്റെ ഈ സംഭവങ്ങളൊക്കെ പോയല്ലോ. കോപ്പിടിക്കാൻ പറ്റും. അടി കോപ്പി അടിച്ച അപ്പ അടി വീഴും. ഇവിടുന്ന് ക്യാമറ കണ്ടുകൾ ഇടതൊന്നും വലതൊന്നും ഒക്കെ നിങ്ങളെ വിരിയില്ലല്ലോ, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തമാണ് ഇപ്പൊ ഫസ്റ്റ് അറിയാൻ പോണത്. തോറ്റ്
പഴം എടുത്ത് മാറ്റി വേറെ എന്താ ടാസ്കിലേക്ക് തന്നെ പോവാം അല്ലേ? ഒരുമിച്ചിരുന്നാലല്ലേ പരസ്പരം അറിയാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, ഞങ്ങള് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തു, വി ആർ സെലിബ്രേറ്റിംഗ് കംപ്ലീറ്റിംഗ് 18 years, ഞങ്ങളുടെ വിവാഹ ജീവിതം പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ, അവൻ പരിപാടിയായിട്ട് പോവും, നീ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്. ചുമ്മാ 18 വർഷം കംപ്ലീറ്റ് ചെയ്തതിൽ വലിയ അത്ഭുതം. ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങള് പറഞ്ഞേനെ. ഇതിപ്പോ രണ്ടുപേരും രണ്ടു വഴിക്കല്ലേ. വലിയ കാര്യമൊന്നുമില്ലെന്ന് അവിടെയും കിട്ടിയില്ല അപ്രീസിയേഷൻ ഒന്നും. നമ്മള് തെളിയിക്കണം. അതെ, ഇതിലാണ് നമ്മള് അകന്നിരുന്നാലും നാളെ പുട്ടും പഴവും വീട്ടില് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ തിന്നണം. അതാണോ കൊണ്ടുപോകോ? പാവല്ലേ കണ്ടോ, രാവിലത്തേക്കുള്ള പുട്ടും പഴം പുഴുകണം കേട്ടോ. പുഴുകി തന്നെ കഴിക്കണം. അപ്പൊ ശരി, നമുക്ക് പഴം പുഴുകാനൊക്കെ കിട്ടൂല എന്നൊക്കെ നോക്കാം. പരസ്പരമുള്ള ഇത് കോപ്പിയെങ്ങാനും അടിച്ചാൽ 8ന്റെ പണിയായിരിക്കും രണ്ടുപേർക്കും വരിക. ഓക്കെ, ഈ ഉണ്ടക്കണ്ണ് വെച്ചിട്ട് അങ്ങനെ നോക്കോന്നൊക്കെയാണ് ഒരു ടെൻഷൻ. ശരി, ആദ്യത്തെ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം. ഇവിടെ പെട്ടെന്ന് ആൻസർ എഴുതി. ഇവിടെ പിന്നെ ഉരുളയ്ക്ക് ഉപ്പേരിയാണല്ലോ, എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ കിട്ടും. നോക്കട്ടെ, രണ്ടുപേരുടെ ആൻസർ ഒന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, ആൻസർ എങ്ങാനും തെറ്റിപ്പോയാ അപ്പൊ വരും മോനെ അടുത്ത ടാസ്ക്. എവിടെ പനിഷ്മെന്റ് ഒക്കെ എന്റെ ഫോണിലാണ് ഇവിടെ കിടക്കുന്നത്. കാണിച്ചേ, ക്യാമറയിലേക്ക് കാണിച്ചു. ഫിലിം മ്യൂസിക് പൊട്ടി ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ. എല്ലാം കൂടെ മിക്സ് ആണ്. മ്യൂസിക് പറയും, ഇയാൾക്ക് മ്യൂസിക്കിന്റെ അത് കുഴപ്പമില്ല. തെറ്റിപ്പോയി സിനിമ, മറ്റേത് സംഗീതം. അത് രണ്ടും കൂടെ ഒന്നിൽ വരുന്നു എന്ന് ഞാൻ അങ്ങനെ കൊടുക്കണോ? ടാസ്ക് എന്ന് വെച്ചാൽ എന്റെ ദൈവമേ, പാവം ദേവിനെ കൊണ്ട് ഈ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിക്കൂ. അപ്പൊ രണ്ടുപേരും സന്തോഷമായില്ലേ? ശ്രദ്ധിച്ച് ആൻസർ ഒക്കെ ആലോചിച്ചിട്ട് വേണം എഴുതാൻ. വർഷം ഇത്രയായില്ലേ, അതുകൊണ്ടൊന്നും ഓർക്കണില്ല എന്തൊക്കെയാണ്. 18 വർഷം കഴിഞ്ഞ് ഇനിയിപ്പം ഇതൊക്കെയാണ് ഓർത്ത് വെക്കണത്. ശരി, അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടാസ്ക്, നിങ്ങൾ രണ്ടുപേരുടെയും കമ്മ്യൂണിക്കേഷൻ സ്കിൽ അളക്കാനുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പൊ തരാൻ പോണത്. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ ദേവിയുടെ കാഴ്ചയും സംസാരശേഷിയും നഷ്ടപ്പെടുന്നു. ഞാൻ മരിച്ചു. കാഴ്ച പോയാലും കുഴപ്പമില്ല, ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു കഥാപാത്രം തരാണ്, നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ദേവിയുടെ ഞാൻ ചെവി പറഞ്ഞു തരുമ്പോ അതെന്തൊക്കെയാണെന്ന് ആക്ഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഓർത്തോണം, കണ്ണടച്ച് കണ്ണു തുറന്ന് മുന്നിരുന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. ഉയർത്തി എഴുന്നേൽപ്പിക്കൂ. ഡാൻസ് ആദ്യമേ പറഞ്ഞിട്ടല്ല, ഇത് ഞാൻ തോന്നുന്നു. ഒരു മുദ്ര എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ കാണരുത് കേട്ടോ ചേട്ടാ. ഇല്ല, ഞാൻ കാണിക്കുന്നില്ല. ദേവിയിലെ ഡാൻസറിനെ നമ്മളിപ്പോൾ ആ നർത്തകി ഇപ്പോൾ ഉണരുകയാണ്. ഒരു ഡാൻസ് ഇതുവരെ ഇപ്പം ഇത് എല്ലാം പറയണോ? ഏതെങ്കിലും ഒരെണ്ണം ഓരോന്നോരോന്നായിട്ട് 4 ചെയ്യണം. ആദ്യത്തേത് എന്താ ദേവി ഉദ്ദേശിച്ചേ? ഫോട്ടോ ഇടാനോ? തുണി അലക്കി തരാൻ. യെസ്, മിടുക്കൻ. കണ്ടോ, നിങ്ങൾ ഡാൻസ് കളിക്കാറുണ്ടോ വീട്ടില്? ഇല്ല, പക്ഷെ അതും കിട്ടി. ഇനി അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ദേവി നല്ല സൂപ്പർ ഡാൻസറാ. ഇപ്പൊ പറയിപ്പിക്കുമല്ല. ഉമ്മ തരാനോ? എന്റെ ഹൃദയം 143. എന്താ അതെ 143. ഐ ലവ് യു. അടുത്തത് മുടിയോ? അതെന്താ? എന്റെ കുഞ്ഞിലെ അമ്മയൊന്ന് ഫോൺ വിളിക്കാനോ? എന്താ നോക്കിയേ, എല്ലാം സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ പറയില്ല, എനിക്ക് വേണ്ടാത്ത സാധനം ആണോ? എന്നാലും കുഴപ്പമില്ല. ടാസ്ക് ചിക്കൻ കറി മേടിച്ചു തരാൻ. കിട്ടി. കറക്റ്റാണോ? അങ്ങനെയാണോ? അപ്പൊ ശരി, അങ്ങനെ എല്ലാ തോറ്റാലെന്താ, തോറ്റപ്പോൾ കൊടുത്ത ടാസ്കുകളെല്ലാം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇനി പഴത്തിലും നല്ല ഇതാ.
എനിക്ക് പഴമാണ് നല്ലത്. അതെ ഇതെങ്ങാനും വെറുതെ തിന്നാമല്ലോ. അതെ ഞാൻ ആൾക്കാര് വിഷമിച്ചു. വേണ്ടാന്ന് നമ്മള് എന്താ പറയണേ, ഇത്രയൊക്കെ വേണ്ടാന്ന് പറയാം, ഭക്ഷണമാണ് എല്ലാരും മതി എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാ പോലും നമ്മള് കൊറേയൊക്കെ നമ്മൾ ആഗ്രഹിക്കൂലേ എപ്പോഴും തിന്നാൻ കിട്ടി. അല്ല ഈ ടാസ്ക് നമുക്ക് ആ കിഷോറിനെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. എനിക്ക് കിഷോറിന്റെ അഭിനയം എങ്ങനെയാന്നൊന്ന് കാണായിരുന്നു. ഒരു എപ്പിസോഡ് തീരുമെന്ന് എനിക്ക് തോന്നണില്ല. തോന്നുന്നില്ല. എന്നൊരു 2 ചോദ്യങ്ങൾ റെഡിയാക്കിക്കേ. 2 ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പൊ മറ്റേത് ഇറേസ് ചെയ്തല്ലോ, അതെല്ലാം കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആ പച്ച പേപ്പറൊക്കെ ഇങ്ങ് തന്നോ വേണമെങ്കിൽ. പ്രവൃത്തികളൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർ എഴുതി തന്നോളൂ. രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ തവണ വഴക്കിടുന്ന ഒരു വിഷയം. ഇവിടെ എല്ലാം ഇൻസ്റ്റന്റ് തപ്പേന്നാണ് ആൻസർ. കിഷോർ ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുക. ആണോ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വഴക്കിടാത്തത് കൊണ്ടാണോ എന്ന്. ഇവിടെ എന്ത് ഗസ് എഴുതുമെന്ന് തോന്നുന്നുണ്ട്. ഒരെണ്ണം എഴുതിയാൽ മതി. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയെന്ന്. ഞങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയുള്ളൂ. അത് ചിലപ്പോ അയാള് സമ്മതിച്ചില്ലെങ്കിലും. ഓ അങ്ങനെ കിഷോർ എഴുതിയിട്ടില്ല. കിഷോർ ഇപ്പൊ ഏത് കാര്യം എപ്പോഴും വഴക്കിടുന്ന കാര്യം. ക്ലൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ക്ലൂ ഒന്നും വേണ്ട. ഇന്നിപ്പോ വഴക്കിട്ടിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കേ, ഇന്ന് വഴക്കിട്ടുണ്ടാവില്ല. എന്നാ ഇന്നലെ അത് എന്ത് കാര്യത്തിനായിരിക്കും? അതങ്ങ് എഴുതിക്കും. ചൂടപ്പം പോലെ ഇടാറേയില്ല. വഴക്കല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യമാണ്. അങ്ങനെയല്ല, ക്ലൂ കൊടുക്കാണ് ദേവി, ക്ലൂ കൊടുക്കാണ്. ഭർത്താവിനെ സേവ് ചെയ്യാൻ നോക്കാണ്. നോ, നമ്മള് ഗെയിമാണ്. വൃത്തി. എനിക്കറിയില്ല, എഴുതിയില്ലല്ലോ, ഔട്ടായി. ഇല്ല, പനിഷ്മെന്റ് വേണം. എഴുതണം, അതിനല്ലേ ബോർഡ് തന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. എഴുതിയില്ല, പെട്ടെന്ന് പറഞ്ഞു പോയി. അത് സത്യം കേട്ടോ. ഇയാളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അടുക്കളയിലൊക്കെ കേറിയുണ്ടല്ലോ, പിന്നെ നമ്മള് 5 ദിവസം പണിയെടുക്കണം. ആണല്ലേ? അയ്യോ, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത്. അബദ്ധത്തിന് ഒരു ദിവസം ഉള്ളി തൊലിച്ചു തരുമോന്ന് ചോദിച്ചു. ജീവിതത്തിൽ ഇനി അത് പറയും, ചോദിക്കേയില്ല. ഇപ്പോഴും ഉണ്ട് അതിന്റെ ഉള്ളിത്തൊലി എവിടെയൊക്കെയോ. അല്ല, അങ്ങനൊരു വഴക്കല്ല, എന്നാലും അങ്ങനെ വഴക്കില്ല കേട്ടോ. മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ വഴക്കിടാൻ സമയമില്ലല്ലോ, നേരിട്ട് കാണുന്നില്ലല്ലോ. അവിടെ വരുമ്പോ ഉറങ്ങുവോ? ഡിസ്റ്റർബ് ചെയ്യണം. ഞാൻ എണീറ്റ് പോകുമ്പോഴേക്ക് എവിടെ ഐ ആം ഗോയിങ് ടു കാസർഗോഡ് ഫോർ പ്രോഗ്രാം, ഓൺലി കമ്മിങ് ആഫ്റ്റർ 3 days. വിളിച്ചു പോലും ശല്യപ്പെടുത്തില്ല. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഫോട്ടോ സ്റ്റാറ്റ് ഒരു കോപ്പി എടുത്തൊന്ന് ഇറക്കാം. ഉറപ്പായിട്ടും. അതെ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിങ്ങനെ എടുത്തു വെച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നോക്കിയാൽ മതി. അതെ, സത്യം. ഓക്കെ, അടുത്ത ചോദ്യം. വെറും വയറ്റിൽ കിഷോറിന് എത്ര ചെറുപഴം കഴിക്കാൻ അല്ല, മുമ്പ് കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ? പഴം കഴിക്കണ്ടേ? പഴം കഴിക്കണം, തന്നാ പോരെ, നാളെ പുഴുങ്ങി തിന്നോളാം. ഇല്ല, ഒരു പഴമെങ്കിലും കഴിക്കണം. ഒരു പഴം 50-50 കഴിച്ചാൽ മതി. മുമ്പത്തെ കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ല പഴം കൂടി എങ്ങനെ വണ്ണം വെച്ചാലോ. ഓ അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴം മാത്രമാക്കാതെ വേറെ എന്തെങ്കിലും ഒക്കെ തരായിരുന്നു, ഒരു വെറൈറ്റി. അതാണ് കേട്ടോ. ഓരോന്നിനും പഴം മേടിക്കാൻ പഴത്തിനതെ, അതൊക്കെ അതൊക്കെ എക്സ്പെൻസ്. പഴുത്ത പഴം പോലും അല്ലല്ലേ അപ്പൂസ് വാങ്ങി തന്നിരിക്കുന്നേ. പച്ചപ്പഴം. എന്ത് ദുഷ്ടനായ പ്രൊഡ്യൂസർ ആണെന്ന് നോക്കിക്കേ. പച്ചപ്പഴം സാരി ടൂർ വേണോ അല്ലേ? എനിക്ക് ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൂസിനെ വിളിക്കാം, മോനെ ഞാൻ നാളെ നമുക്ക് സാരി ടൂർ ചെയ്യാം, നിങ്ങൾ വന്നോളൂ. അപ്പൂസ് ഓടി ഒന്ന് പാക്ക് ചെയ്ത് പറയാം, അയ്യോ അപ്പൂസ് ഇപ്പൊ ഷൂട്ടിന്റെ അവിടെ നിന്ന് വിളിച്ചു, ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച തരാം. അതെ, അങ്ങനെ ചെയ്ത് നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാം. കട്ടൻ കാപ്പി കിട്ടൂ ഇല്ലെന്ന് അപ്പൊ പറയും, കാപ്പിപ്പൊടി ഇല്ലെന്ന് പറയാം അപ്പൂസ്. അതെ, കഴിച്ചു. അടുത്ത ചോദ്യം. തെറ്റിക്കുന്നത് നല്ലത്. പഴുക്കാത്ത പഴം തിന്നുന്നേ പേരാണ്. കുഴപ്പമില്ല. ഓക്കെ, വെറും വയറ്റിൽ കിഷോറിന് എത്ര ചെറുപഴം കഴിക്കാൻ സാധിച്ചേക്കും? ചെറുപഴാണ്. ഭാര്യയായി 18 വർഷം കൂടെ നിൽക്കുന്ന ഭാര്യ പഴം ഉണ്ടാൻ പോവാ. ഞാൻ പഴം തന്നെ കഴിക്കുന്നയാളെ കണ്ടിട്ടില്ല. ഇതാരെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ചേ. പിന്നെ പഴം
എത്ര ഒരു കടലേന്ന് എത്ര കടലെ പെറുക്കി തിന്നു ചോദിക്കാൻ ഭാഗ്യം. എന്റെ ഞാനൊരു കാര്യം പറയട്ടെ, കൊച്ചിൻ ക്യാൻസൽ. ഈ അപ്പൂസിനൊന്നും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാവോ? അയ്യോ പ്ലീസ്, പഴം കഴിച്ചോളാം ഞങ്ങള്. ഞങ്ങള് ഫ്രീ ആയിട്ട് തരാം. വേണ്ട, അതുപോലെ 5-6 കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. വേണ്ട, ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയേ. അപ്പൊ ഇതെന്താ, എന്നാലും എഴുതണോ? എന്തെങ്കിലും എഴുതണമെന്ന്. അപ്പൊ ആൻസർ തെറ്റിക്കണം. എനിക്ക് തിന്നാൻ പറ്റുന്നത് ഞാൻ എഴുതിക്കോ. വെറും വയറ്റിലാണ്, വെറും വയറ്റിൽ എത്ര ചെറുപഴം? ഞാലിപ്പൂവനോ പാളയംകോടനോ പൂവനോ? ഓ 3 പക്ഷെ ആൻസർ തെറ്റാ. അതെങ്ങനെ 3 ഒരേപോലെ? അതല്ല, വെറും വയറില് വെറും വയറെന്ന് പറയുമ്പോ ഇരുന്നിട്ട് ഒരു പഴം കഴിക്കും. ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെറും വയറല്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരുടെ ആൻസർ ശരിയാണോ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവല്ല പറഞ്ഞത്, ഞങ്ങളുടെ പൊരുത്തമാണെന്നോ? അല്ല, നമ്മളെ മറ്റേ പോലത്തെ എല്ലാവർക്കും ഒരു പഴം കഴിക്കാൻ പറ്റുള്ളൂ. അതെ, അതാണ് ആൻസർ എഴുതണ്ടേ വെറും വയറ്റില്. ഞങ്ങളുടെ പൊരുത്തമാണോ നോക്കുന്നേ, അതോ കുസൃതി ചോദ്യത്തിനാണോ? പറയണം ഞങ്ങളുടെ പൊരുത്തം. ഞാൻ ഇതിൽ നിന്ന് സുല്ലിട്ടിറങ്ങി. ഈ ചോദ്യത്തിന് രമ്യ ഒരു പഴം തിന്നും. ഈ പഴം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പിരിച്ചു വരുത്തി ആക്ഷേപിക്കുന്നു. ഇവിടെ പറഞ്ഞത് സുന്ദരി സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് പറഞ്ഞു. ഇതിപ്പോ പറഞ്ഞ ഉത്തരം നമ്മൾ പറയണോ? ഈ ഓരോ പഴത്തൊലിയിലും ഇതിലെ പേരെഴുതിയിട്ടുണ്ട്, ദേവി കിഷോർ, ദേവി കിഷോർ. അതെങ്ങാനും ഞാനൊരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കഥ ഇത് നിനക്കായി എഴുതിയതാണ് മോളെ. ഇത് പുഴുങ്ങത്തേ ഉള്ളൂ കേട്ടോ. ഇത് മറ്റന്നാളെ പുഴുങ്ങിക്കോളാം, അന്നേ ഇത് പഴുക്കത്തുള്ളൂ. മറ്റന്നാളത്തേക്ക് ആവുന്നുള്ള ഒരു സംശയമാണ്. അടുത്ത ആഴ്ച കഴിഞ്ഞ് സാരി ടൂർ കഴിഞ്ഞ് വരും, അതിന് കൊടുത്താ മതി. ഈ ചോദ്യത്തിന് പഴം പോലും പുഴുങ്ങാൻ ചിലപ്പോ അനുവദിക്കില്ല. എനിക്കാ പറ്റില്ല. ഈ പഴം പറയും, പഴം കൂടെ സമ്മതിക്കൂല. ഇത്ര വളിച്ച ചോദ്യം. എന്നെ പുഴുങ്ങരുത്, എന്നെ പുഴുങ്ങിയ. ഇത് ശരിക്കും പഴം പുഴുങ്ങിയ ചോദ്യമായി പോയി. എനിക്ക് അത്രേ പറയാനുള്ളൂ. റെഡി, ശരി, അടുത്ത് പറയും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു എന്ന് കരുതുക. ഓക്കെ, ഏറ്റവും വില കുറവുള്ള സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നത് ആരായിരിക്കും? വില നോക്കി സാധനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ മലയാളത്തിൽ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ സമ്മതിച്ചു. ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇത് എന്ത് ഭാഷയിലൊക്കെ എഴുതുന്നത്? തെളിയുന്നില്ല. ആദ്യമായിട്ട് കിഷോർ ആദ്യം എഴുതി കഴിഞ്ഞു. എന്നാ കിഷോറിന്റെ ഉത്തരം കണ്ടേ. ദേവി, ഒരു മാസത്തേക്കുള്ള പഴം ഞങ്ങൾ കൊണ്ടുപോയി. പൈസ കൊടുക്കാതെ പഴം കിട്ടും. ഇനി അങ്ങോട്ട് ഡെയിലി വീട്ടിൽ പഴം. ഒരു മാസത്തെ കാര്യം വീട്ടിൽ വരുന്നത് പഴം പുഴുങ്ങിയതായിരിക്കും. മൈൽസ്റ്റോൺ മീഡിയയുടെ പഴം പുഴുങ്ങിയത്. അല്ല, പോകുന്ന വഴി കുറച്ച് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ട് പോവാം. ആ ശാപം കൂടെ ഞാൻ മേടിക്കണേ, കറയുള്ള പഴം തിന്നിട്ട് അവരെ ചീത്ത പറയാൻ പോടുന്നു. പറഞ്ഞാ മതി. പണ്ട് കണ്ട രമ്യ തന്നു ശത്രുത വിളിച്ചു. പാവം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടോ രമ്യ കാണാൻ പോവാണെന്നൊക്കെ അമ്മ ചോദിച്ചതേ ഉള്ളൂ. രാവിലെ പഴം കാണുമ്പോ വേണ്ട, എന്റെ പേരേ വേണ്ട. മൈൽസ്റ്റോൺ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ഭാര്യ എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തിന് ദേവി ഏറ്റവും കൂടുതൽ സൗഹൃദത്തിലായിരുന്നത് ഏത് കോ ആക്ടറിന്റെ കൂടെ ആയിരുന്നു? അയ്യോ, അത് ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ടോ അപ് ടു ഡേറ്റ്? കിഷോർ ഇതാ, ഞാൻ ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശേഷങ്ങളും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? വെട്ടു മോനെ, വെട്ടു. നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഉത്തരം തെറ്റിച്ചോ? ടാസ്കിലേക്ക് പോവാം. ഭാര്യ എന്ന സീരിയലില് ആരായിരുന്നു ദേവിയായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്? ഒരാളുടെ അങ്ങ് മനസ്സിലേക്ക് വരുന്ന ഒരാളുടെ പേര്. നമുക്ക് നോക്കാം. കിട്ടി, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. എന്താ പറയണ്ടേ? കമോൺ മാൻ. അതെ, ഇവിടെ ദേവി ഇരിക്കുന്നു. എല്ലാം
ഭാര്യ തന്നെയാണോ എന്നുള്ള എനിക്കിപ്പോ ഡൗട്ട്. അതും അറിയാം. ഭാര്യ തന്നെയാ. ദേവിയുടെ എല്ലാ സീരിയൽസും കാണാറുണ്ടോ? നെവർ. ഞങ്ങൾ എന്റെ അവിടെ ഫ്ലാറ്റിൽ ചാനൽസ് ഒന്നുമില്ല. ഇല്ല. ഞാൻ ചാനൽസ് ഒന്നും എടുത്തിട്ടില്ല. എന്തിനാ ചാനലൊക്കെ എല്ലാം ഫോണിൽ കിട്ടില്ലേ? അതുകൊണ്ട് എടുക്കാത്ത. അതുപോലെ സീരിയൽ കാണാറുമില്ല. അതെ. ഡബിങ്ങിനൊക്കെ പോയാലും പുറത്തിരിക്കുള്ളൂ. സീരിയലിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല കേട്ടോ. സീരിയൽ ലൊക്കേഷനിലൊക്കെ മോശമായതുകൊണ്ടൊന്നും വരാറുണ്ട് കേട്ടോ. എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. വീട്ടിലോ പ്ലീസ് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ? പോട്ടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ തെറ്റുത്തരം പറഞ്ഞിരിക്കണു. ആ കാണട്ടെ. ഇല്ല തെറ്റായിരിക്കും. ആണോ? റോൺസൺ. ഞാൻ എലീനയായിരുന്നു. അത് കാരണം ഇതൊരു റോൺസന്റെ കാര്യം ഞാൻ പറഞ്ഞ റോൺസനുമായിട്ട് കഴിഞ്ഞാൽ റോൺസൺ ഒരു എന്താ പറയണ്ട, ഒരു എന്തായാലും നമ്മള് പറയാ ഫിറ്റ്നസ് മറ്റേ ഫ്രീക്ക് ആണ്. അപ്പം ആ സമയത്താണ് ദേവി ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ റോൺസൺ ഉള്ള ആ എപ്പിസോഡ് റോൺസൺ ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ദേവി ഇവരൊരുമിച്ചാണ് മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്നതും ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യും. ജിമ്മിൽ പോലും അവിടെ റോൺസൺ ഉണ്ടായിരുന്നപ്പോ റോൺസൺ ഒരു പേഴ്സണൽ ജിം അവിടെ കണ്ടുപിടിച്ച് അവൻ പോകുമായിരുന്നു. റോൺസൺ ഉണ്ടായിരുന്നു, രാജേഷ് ഹെബ്ബാർ ഉണ്ടായിരുന്നു, സാജൻ സൂര്യ ഉണ്ടായിരുന്നു, അരുൺ ഉണ്ടായിരുന്നു, എലീന ഉണ്ടായിരുന്നു. ഞങ്ങള് കൂടുതൽ എനിക്ക് എന്റെ മോളായിട്ടാണ് എലീന അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു കണക്ഷനും. കാരണം എലീനയുടെ ഫസ്റ്റ് സീരിയലാണ്. അപ്പൊ അതെ ഞാൻ ഈ ഒരാളുടെ പേര് കാര്യം എനിക്ക് ഇതിനകത്ത് സാഹൻ ചേട്ടന്റെ പേര് പറയണോ, രാജേഷ് ചേട്ടന്റെ പറയണോ, റോൺസന്റെ പറയണോ, ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഒരാളുടെ പേര് ഞാൻ എഴുതാന്ന് ഞാൻ പറഞ്ഞത്. ആറാമത്തെ ചോദ്യമാണ്. ബിഗ് ബോസിന്റെ അവതാരകനായി മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ അല്ലാതെ വേറൊരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ദേവിയുടെ മനസ്സിൽ വരുന്ന പേര് ആരുടെയായിരിക്കും? അത് ആരുടെ ആയിരിക്കും? ദേവി എഴുതണം, കിഷോർ തന്നെ എഴുതണം. ദേവിയുടെ മനസ്സിൽ വരുന്ന പേര്. ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവാം. ലാലേട്ടൻ അല്ലാതെ വേറെ ആര് വന്നാൽ നന്നാവും? എഴുതി കഴിഞ്ഞോ? മലയാളത്തിൽ നിങ്ങൾ എല്ലാം ഇംഗ്ലീഷിൽ എഴുതുന്നത് അറിയോ? ഓ, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അത് നിങ്ങൾ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണ്ട. ആ ശരി, അത് ഇപ്പൊ ഈ എഴുതി. കറക്റ്റ് ആൻസർ അല്ല, വേറൊരു കാര്യം, ഇത് ബിഗ് ബോസ് മാത്രമല്ല കോടീശ്വരനിലും ഞങ്ങൾ ആഗ്രഹിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും. അല്ല, ഇപ്പൊ സുരേഷ് ചേട്ടൻ അല്ലാണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ആൻസർ രണ്ടുപേരും പറഞ്ഞു മമ്മൂട്ടി. വളരെ വളരെ ഞാനത് ഇങ്ങനെ വേറൊരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ അപ്പൊ നമ്മുടെ ഐഡിയ കുറച്ചൊക്കെ കറക്റ്റ് ആണ്, എല്ലാം ശരിയാണ്. അവർക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് വില്ലിങ് ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞായിരുന്നു. ഓ, പഴം മേടിച്ചെന്ന് കൊല്ലും. കൂടെ ഉള്ളു കേട്ടോ. 2 കിലോ പഴം പഴുത്തത് ഓർഡർ ചെയ്തു. വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അതെ, വെജിറ്റബിൾസ് ഇപ്പൊ ഭയങ്കര വിലയാ. സവോള മേടിച്ചു. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരും. അല്ല, ബിഗ് ബോക്സിൽ ശരിക്കും നിങ്ങളിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാൻ താല്പര്യമുണ്ടോ? രണ്ടുപേർക്കാണ്. ഇല്ല ഇല്ല, താല്പര്യം. അല്ല, എന്നെ ഒരു കഴിഞ്ഞ വിളിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളെ പോലെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സീസണിൽ ഏതോ ഒരു സീസണിൽ ഉണ്ടെന്ന് പറഞ്ഞ ഫോട്ടോ വരെ വന്നത് സത്യം ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ലായിരുന്നു. അല്ലാതെ ജെനുവിൻ ആയിട്ട് 2 പ്രാവശ്യം കോള് വന്നിരുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ രമ്യോട് പറഞ്ഞില്ലേ, നമ്മള് ഡാൻസ് സ്കൂള് പ്രോഗ്രാമിനോട് എതിർപ്പുള്ളത് കൊണ്ടല്ല കേട്ടോ. കാര്യം നമുക്ക് പറ്റൂല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാതെയും ഞാൻ ശരിക്കും എല്ലാരും പറയും ഈ നാട്ടും പ്രദേശമാണ് ഭയങ്കര താമസിക്കാൻ ഭയങ്കര സുഖം. പക്ഷെ എനിക്ക് നാട്ടും പ്രദേശത്തെക്കാട്ടിലും ഇഷ്ടം പട്ടണത്തിൽ താമസിക്കാനാണ്. കാര്യം ആലപ്പുഴ പോയാലും ഒരു മാക്സിമം ഒരു 1 ഡേ അത് കഴിയുമ്പോഴത്തേക്കും പോവാം പറയും. എനിക്ക് എന്റെ നാട്ടിൽ പോയാലും എനിക്ക് എറണാകുളത്ത് ഇപ്പൊ എന്റെ ഫ്ലാറ്റില് വന്ന് അതെന്താന്നറിയുമോ, നമ്മള് ഇപ്പൊ ഞാനാണെങ്കിലും വൈകുന്നേരങ്ങളില് ചില 4 മണിക്കൊക്കെ വെളിയിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കടക്കാരുടെ അടുക്ക എല്ലാവരും ഒരുമിച്ച് സംസാരിക്കും. ഇപ്പം ഞാൻ നടന്നിട്ട് വരുമ്പോഴൊക്കെ രാവിലെ ആണെങ്കിൽ പോലും കട തുറക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിക്കും. ഭയങ്കര സോഷ്യൽ ബീയിങ് ആട്ടോ. എന്നെക്കാളും കുറച്ചും കൂടെ ഭയങ്കര എനിക്കതൊന്നും ഇല്ലാതെ പറ്റൂല. അതുപോലെ ശബ്ദം, എനിക്ക് ഹോണടി അത് വേണം, ഒച്ചപ്പാടും ബഹളവും വേണം. അപ്പം ദൈവം അറിഞ്ഞ മോനെ പക്ഷെ ഇത്രയും ബഹളം വേണം. അതെ, ഞാന് നമുക്കൊരു ഒച്ചപ്പാടും ബഹളം എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്റ്റൻസില് ചെവിക്കകത്ത് തോളത്തിരുന്ന് ഒച്ചപ്പാട്. അതങ്ങനെയല്ല, എപ്പോഴും പറയും വാനോളം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് എന്താ കുന്നോളം ആഗ്രഹിച്ചു. ഇതിപ്പോ കുന്നോളം ആഗ്രഹിച്ചതേ ഉള്ളൂ, വാനോളം കിട്ടിപ്പോയി. നേരെ തിരിച്ചായി പോയി കിട്ടിയത്.
അതായത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ മെട്രോ, ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ട് മുമ്പിൽ കൂടെ മെട്രോ പോകുന്നത്. മെട്രോ പണി നടക്കുന്ന സമയത്ത് കാര്യം ആ ഏരിയയിൽ ഏറ്റവും താമസിച്ചു വരുന്നത് ഞാനാണ്. വെളുപ്പിന് 2 മണി 3 മണിക്കൊക്കെ ഷോ കഴിഞ്ഞ് ഞാൻ ഈ 2 മണിക്കും 3 മണിക്കും വന്ന് ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല. കാര്യം ഓൾറെഡി നമ്മൾ ട്രാവലറിൽ ഉറങ്ങിയായിരിക്കും അല്ലെങ്കിൽ കാറിൽ ഉറങ്ങിയായിരിക്കും വരുന്നത്. വന്ന് ഞാനൊരു കോഫി ഇട്ട് കുടിച്ചിട്ട് ഞാൻ നേരെ 2:30ക്കും 3 മണിക്കും വെളുപ്പിന് ഇറങ്ങിയിട്ട് ഇത് മുകളിൽ കയറ്റി വയ്ക്കുന്ന ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ഈ എഞ്ചിനീയേഴ്സും. ഞാൻ വെളുപ്പിനെ 4 മണിക്കൊക്കെ പോയി നിന്നിട്ട് 6 മണി 6:30 വരെ ഞാൻ ഇതൊക്കെ വയ്ക്കുന്നതും അവരുടെ കൂടെ നിന്ന് ഇവരെന്തായി ഡ്രിൽ ചെയ്യുന്നത് എന്താ ഇതൊക്കെ കാണുമായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആണല്ലോ ചക്കിക്കൊത്ത അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെയാ തീരുമാനിച്ച ഇതെന്തോ ഇവിടെ എഴുതി വെച്ചിരുന്നു, പറ്റില്ല. ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചോളൂ. 7th ചോദ്യമാണ്. ഈ ഇന്റർവ്യൂവിന് വരും മുമ്പ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശങ്കിച്ചിരുന്ന ഒരു കാര്യം അതെന്തായിരുന്നു? ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് പോണോ 8ന്റെ പണി കിട്ടുമോ അങ്ങനെ ആണോ? ഇതെന്തായിരിക്കും? പിന്നെ അപ്പൂസ് അങ്ങനെ എന്തോ ചോദിക്കാൻ കാരണം അവൻ എന്തോ ഒരു സാധനം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ അപ്പൂസ് എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കിട്ടി. ഉത്തരാദ്യം ചോദിക്കാം. എന്നി പഴം പറഞ്ഞ അപ്പൂസിന് കൊടുത്താലോ? ഓക്കെ, എന്നെ പേടിയായതുകൊണ്ടാവുന്നു. അപ്പൂസ് പറയുന്നുണ്ട് ഈ ദേവിക്കോ ഞാൻ എന്നെയോ? അതെ അതെ. എന്റെ പൊന്നെ, ഞാനല്ല ചോദ്യം ചോദിച്ചിട്ടും നമുക്ക് ശരിക്കും ഒരു റീയൂണിയൻ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാനും അതെ. അപ്പൂസിന് അറിയില്ലല്ലോ ആ കഥ. ആ കഥ അപ്പൂസിന് അറിയില്ല. ചേച്ചി ഭയങ്കര സങ്കടം. സങ്കടം മാറ്റിത്തരാ. എന്നോടും ചോദിക്കണ്ടേ ചേച്ചി നിങ്ങൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടോ? നല്ല പരിചയം. ഞാൻ പറഞ്ഞു എനിക്ക് കിഷോറായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല, എനിക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദേവിയായിട്ട് ഞങ്ങൾക്ക് വർഷങ്ങളുടെ ഇതാണ് പാരമ്പര്യ ബന്ധം എന്നൊക്കെ പറയില്ലേ, സ്ട്രോങ് സാധനം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിന് ഉപയോഗിക്കാറില്ല, എന്തുകൊണ്ട്? ഏത് വിരല്? ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല, എന്തുകൊണ്ട്? അത് ഏത് വിരലെന്ന് പറയണോ? ഇത് ഇയാള് കീബോർഡ് ഒക്കെ വായിക്കുന്ന എല്ലാ വിരലും ഉപയോഗിക്കും, 10 വിരലും ഉപയോഗിക്കും. അതെനിക്കറിയില്ല, ഏത് വിരലാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഈ വിരൽ, ഇതാണ് ചോദ്യം, ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. വേറെ കയ്യിലില്ലാത്ത വിരൽ വേറെ? നിങ്ങൾ ഞാൻ വീണ്ടും പറയാണ്, ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല, എന്തുകൊണ്ട്? അത് തന്നെ, തിങ്ക് യു. ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. എനിക്ക് അത്രയൊന്നും തിങ്ക് ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചോദ്യമാണ് കിഷോർ. കമോൺ, എന്താണ് ഇത്? ഇവിടെ ആൻസർ ഒക്കെ എഴുതി കഴിഞ്ഞു. എന്താണ് മോളെ ചൂണ്ടുവിരൽ? എന്ത് ചൂണ്ടുവിരൽ? ചൂണ്ടുവിരൽ ഉപയോഗിക്കാറില്ല. ഞാനിങ്ങനെ ചൂണ്ടി കാണിച്ചോണ്ട് കള്ളി പെണ്ണെ. അതിന്റെ കുസൃതി ചോദ്യം. എന്റെ ചൂണ്ടുവിരൽ, എന്റെ എങ്ങനെ ഉപയോഗിക്കും? ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ആ ഒരു കാര്യം ചെയ്തതിൽ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ റിഗ്രറ്റ് ചെയ്യുന്നത്, അതെന്താണത്? ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ആ ഒരു കാര്യം ചെയ്തതിൽ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ റിഗ്രറ്റ് ചെയ്യുന്നത്. കിഷോറിന്റെ സ്വഭാവം വെച്ച് ഈ ഇന്റർവ്യൂല് വന്നത് എന്ന് മാത്രം എഴുതരുത്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കല്യാണം കഴിച്ചെന്ന് പറയാനും പറ്റില്ല. എനിക്കതാ തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എഴുതൊന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. വേണ്ട മോനെ, നമുക്ക് ടാസ്ക് ഉണ്ട് മോനെ. മോനെ എഴുതണ്ട, ഉത്തരം മുട്ടി കഷ്ടപ്പെടണ്ട, പേര് ലിങ്ക് കളയണ്ട. ഒന്നുമില്ല. മോൾ എന്താ എഴുതിയിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പൊ അവിടെ മലപ്പുറത്താണ്. അയ്യോ പഴം. അതെ, കറക്റ്റ്. നന്നായി. ഇനി ഇത് പഴുപ്പിച്ചെടുക്കുമ്പോ തിരുവനന്തപുരം എത്തും. ഒരാള് കാസർഗോഡ്, ഒരാള് തിരുവനന്തപുരം എത്തും. അത് പഴുക്കുമ്പോ അതാണ്
അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. കിഷോറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കിഷോറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ എന്റെ ശബ്ദമൊക്കെ പോയി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? പടം വേണോ ടാസ്ക് വേണോ എന്ന് പറഞ്ഞാൽ മതി. എടാ മനുഷ്യ, നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്ക് എത്തുന്ന സമയം വേണം എഴുതാൻ. എനിക്ക് അതൊരു ഭാഗ്യം എന്നൊന്നും തോന്നാൻ മാത്രമുള്ള കിട്ടിയിട്ടില്ല. കിട്ടിയതെല്ലാം പണിയാന്ന്. അല്ല, ഞാൻ അയാളിൽ കാണുന്ന ഒരു ഭാഗ്യം, അതാണ് ഇപ്പൊ ഞാൻ എഴുതിയത്. അപ്പൊ അവിടെ ഉത്തരവൊന്നും എഴുതിയിട്ടില്ല. സമയം കഴിഞ്ഞു. 3, 2, 1 ടൈം ഔട്ട്. എന്താണ്? മ്യൂസിക്. അതാണ് ജീവിതത്തിൽ കിട്ടിയ കാരണം ഞാൻ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന കിഷോറിനെന്ന് മാത്രല്ല, പാടാൻ പറ്റുന്ന അതൊരു ഭാഗ്യമല്ലേ. നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റില്ലല്ലോ. എത്രയോ പേര് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഡാൻസ് എല്ലാ കലകളും നമുക്ക് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ കുറെയൊക്കെ നമുക്ക് ഡാൻസ് ഒക്കെ കുറെ ട്രെയിൻ ചെയ്ത് നമ്മൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ആക്കി കൊടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ പാട്ട് നെവർ. അത് ശ്രുതി തെറ്റാതെ, പക്ഷേ പാടാൻ പറ്റുക മാത്രല്ല, പടം വരയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു അല്ല, ഞാനതാ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം ഉണ്ട്. നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും, പക്ഷെ കണ്ണ് പോയില്ലേ. അല്ല, എല്ലാം അങ്ങനെ വരയ്ക്കുന്ന ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ക്ലേ മോഡലിംഗ് ഒന്നുമില്ലാതെ കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്നു, കൃഷ്ണ ഉണ്ടാക്കുന്നു, ടഫാണ്. പക്ഷെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്തൊരു സാധനമാണ് പാട്ട്. അത് നമ്മള് കണ്ണിന്റെ ദിവസവും കാണുന്നതാണ്. നമ്മൾ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. രമ്യ, നമ്മൾ സെറ്റിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും പാടണം, അവരിങ്ങനെ പാടുണ്ടാവും. നമ്മള് പക്ഷെ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്. അവർ ഇഷ്ടപ്പെട്ട് പാടുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഏത് പാട്ടാണ്, ഈ പാട്ടാണോ പാടിയേ? സത്യമാണ്. അതൊരു എനിക്ക് അതുകൊണ്ട് ഭയങ്കര റെസ്പെക്ട് ആണ്. പാട്ട് പാടുന്നവരെയും റെസ്പെക്ട് ആണ്, അത്രയും പാഷൻ. എനിക്ക് തോന്നുന്നു കിഷോറിൽ ഏറ്റവും അധികം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യവും അത്. കാരണം ആ ഒരു പാഷൻ, അതിനിപ്പോ എത്ര രാത്രി വന്ന് കിടന്നാലും ഇപ്പൊ വയ്യാന്ന് പറഞ്ഞാലും രാവിലെ എണീക്കും, സാധകം ചെയ്യും. അതിന് വേണ്ടുന്ന, ഇപ്പം ഞാൻ പറയും ഏതെങ്കിലും ഒരു സിനിമയുടെ കാര്യം ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ആരെയും വിളിക്കണ്ട, ഇയാളെ വിളിച്ചാൽ മതി. ഡേറ്റ് പറയും, ഏത് വർഷം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആര് ചെയ്തു, മ്യൂസിക് ഡയറക്ടർ ആരാണ്, ലിറിസിസ്റ്റ് ആരാണ്, എല്ലാം പറയും. അപ്പൊ അത് അത്രയും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ ആസ്പെക്റ്റിന് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വേണം, ഒരു കഴിവ് കൂടെ വേണോ? വേറെ എല്ലാം ഞാൻ പറഞ്ഞത്. ഇപ്പൊ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഞാൻ എപ്പോഴും പറയാ. ഇപ്പൊ നമ്മുടെ ഒരു ഇങ്ങനെ ഗ്ലാസ് ട്രേ ഉണ്ട്, 6 ഗ്ലാസ് വെക്കാൻ പറ്റുന്ന ഒരു നോർമലി നമുക്ക് അതിലൊരു 12 സ്പൂണും വെച്ചിട്ടുണ്ട്. ഈ 6 ഗ്ലാസും 12ാമത്തെ സ്പൂണും സിങ്കിൽ വന്നു കഴിയുമ്പോൾ ഇനി ഇത് കഴുകണമല്ലോ എന്ന് ആലോചിച്ച് ഒരെണ്ണം കഴുകും. ആദ്യത്തെ ഒരെണ്ണം കഴുകിയിരുന്നെങ്കിൽ ഇത്ര എണ്ണം അകത്ത് വരത്തില്ലല്ലോ. അങ്ങനത്തെ അതാണ് അവസ്ഥ. ഓ, വീട്ടിൽ ഒരു പാത്രം വെക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഒരു ഗ്ലാസും ഒരു സ്പൂണും മാത്രം മതി, അതാണ് എളുപ്പം. അല്ല, നമ്മൾ 11 എണ്ണം ബാക്കി കഴിയേണ്ടി. കുട്ടിയെ മനസ്സിലായി, കുട്ടിയെ വേണ്ടോളം മനസ്സിലായി. അതന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയാൻ പറഞ്ഞല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ന്യൂ ഇയർ, പുതുവർഷം 2025, നിങ്ങള് ന്യൂ ഇയർ ഒക്കെ പൊതുവെ എങ്ങനെ ആഘോഷിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊരു ഫെസ്റ്റിവൽ വന്നാലും, ഇപ്പൊ ക്രിസ്മസ്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ആഘോഷിക്കാറുള്ളത്? എന്ത് ഫെസ്റ്റിവൽ വന്നാലും പ്രോഗ്രാമാണ്. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെ പോലുള്ള പ്രൊഫഷണൽ നിൽക്കുന്നവർക്ക് അതെ പ്രോഗ്രാം ഇല്ലെങ്കിൽ ക്രിസ്മസ് ഇല്ല, സത്യം. ന്യൂ ഇയർ ഇല്ല. അതെ, എനിക്ക് തോന്നുന്നു നമ്മള് എവിടെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. കാരണം പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അന്നത്തെ ദിവസം പ്രോഗ്രാം എടുക്കണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്രിസ്മസിന് ഞാൻ പ്രോഗ്രാം എടുക്കില്ല, എന്റെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അത് യുവർ ചോയ്സ്. പക്ഷെ പ്രോഗ്രാം ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ വർഷത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ നമുക്ക് അങ്ങനെ വേണം, അങ്ങനത്തെ യാതൊരു പ്ലാനിങ്ങും ഇല്ല. പ്ലാൻ ചെയ്യാറില്ല, ചെയ്താൽ നടക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് അതുപോലെ അപ്പൊ നമ്മള് ചിലപ്പോ പറയാറുണ്ട്, ഓ നമ്മള് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേസ് അങ്ങനെ ഒരിക്കലും അങ്ങനെ നമ്മള് വാശി പിടിക്കാറില്ല. ഉള്ളപ്പം ഒന്നിച്ചുള്ളപ്പം നമ്മൾ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എടോ നമ്മളൊന്ന് അമ്പലത്തിൽ പോവുക. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവുക. ഞങ്ങൾ ഓണമൊക്കെ കഴിയുന്നതും അങ്ങനെ, കാരണം അച്ഛനും അമ്മയും ഉണ്ട്. കിഷോറിന്റെ അച്ഛനും അമ്മയും കളമശ്ശേരിയിലാണ്, എന്റെ അച്ഛനും അമ്മയും വൈറ്റിലയിലാണ്. അപ്പം എല്ലാരും ഉണ്ട്, അവൈലബിൾ ആണ്. കിഷോറിന് അന്നത്തെ ദിവസം ഷോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പം ബൈ ചോയ്സ് ഇപ്പം കളമശ്ശേരിയിലാണെങ്കിൽ ഞങ്ങൾ ഈ 3 ഫാമിലിയും അവിടെ, അല്ലെ പിറ്റേ ടേൺ ബൈ ടേൺ. ഇപ്പൊ വൈറ്റിലയിലാണെങ്കിൽ വൈറ്റിലയില്, എടപ്പള്ളിയിലാണെങ്കിൽ എടപ്പള്ളിയില്. അങ്ങനെ അതൊക്കെയാണ് ലാർജസ്റ്റ് ഞങ്ങളുടെ ഫെസ്റ്റിവൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഒന്നിച്ചുണ്ടാവുക, പിന്നെ ഉള്ളപ്പം
സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇത് എല്ലാവരും ഉണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ചാരു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, ചാരുന്റെ വൈഫുണ്ട്, എന്നാൽ നമുക്ക് പുറത്തു പോവാം. അപ്പൊ അവിടെ കളമശ്ശേരി വിളിച്ചു, അച്ഛൻ അമ്മ ഫ്രീ ആണോ? 7 മണിയാകുമ്പോൾ എത്തും. അപ്പൊ വെയിറ്റ് ചെയ്തു, ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകും. അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്.